ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. മോള് സെലക്ട് ചെയ്തതാണ്. മോന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവൾ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അവനില്ല, അവൻ ട്യൂഷന് പോയിരിക്കുക. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പ് ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോം പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. അതെല്ലാം അവൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ അവൻ ട്യൂഷനും കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോയി വിളിച്ചിട്ട് വരാം, അപ്പോഴത്തേക്ക് നീ ഇതെല്ലാം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ വിളിക്കാൻ പോയി പെട്ടെന്ന് ഡോറ് തുറന്ന് അവൻ കയറി വന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയ ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ അവനങ്ങ് സർപ്രൈസായി. അവൻ ഇതെല്ലാം കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു. അവൻ സന്തോഷമല്ല, സങ്കടമല്ല, എന്തോന്നൊന്നും അറിയാൻ വയ്യ. പക്ഷേ സങ്കടം കൊണ്ടല്ല കരയുന്ന, സന്തോഷം കൊണ്ട് കുഞ്ഞ് കരഞ്ഞു പോയി കേട്ടോ. അവന് ഭയങ്കരമായിട്ടങ്ങ് സർപ്രൈസായിപ്പോയി. അവൻ ഒട്ടും പ്രതീക്ഷിച്ചതുപോലുമില്ല. പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അതാ ഇന്ന് സ്കൂളിൽ ഇട്ടുണ്ടോയത്. പിന്നെ അവന് ഓവർ കോട്ടുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അതറിഞ്ഞ് അവൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തത്. ആ ഡ്രസ്സ് കണ്ട് അവന് ഇഷ്ടപ്പെട്ടു. അവൻ്റെ മുഖം കണ്ട, അവൻ്റെ ചിരി കണ്ട, അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട്. ഫൈനലി ഞങ്ങളുടെ ഡെക്കറേഷൻസൊക്കെ എങ്ങനെയായിരുന്നു, എങ്ങനെയുണ്ട് ഗൈസ്? അവൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോസ് വരെ എടുത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഞാനങ്ങനെ കേക്കൊക്കെ എടുത്ത് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലെല്ലാം ഓപ്പൺ ചെയ്യുവാണ്. പിന്നെ അവന് ഡയറി മിൽക്കൊക്കെ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അച്ചാമ്മ വാങ്ങിച്ചു കൊടുത്ത് ഡയറി മിൽക്ക്. പിന്നെ അവൻ്റെ ചേച്ചിക്കുട്ടി പിന്നെ സർപ്രൈസാണ്, ഡയറി മിൽക്ക് ചേച്ചിക്കുട്ടിയും വാങ്ങിച്ചു കൊടുത്ത്. കണ്ടോ, ഞങ്ങൾ ഹോം മെയ്ഡ് കേക്കാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് കേട്ടോ. അവൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അച്ചാമ്മയും ഞാനും കൂടി കൈ പിടിച്ച് അങ്ങനെ അവൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്തു. അച്ഛൻ നാട്ടിലുണ്ട്, അച്ഛൻ കോട്ടയത്ത് നിൽക്കുവാണ്. വരാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം അവനുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും അച്ഛനാണ് കേക്ക് മുറിക്കാൻ നിൽക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം അവനുണ്ട്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്തു. ആ ചേച്ചിക്കുട്ടി ഇതാ വീണ്ടും ഒരു സർപ്രൈസും കൊണ്ട് വന്നിരിക്കുക. അപ്പം അവൻ തന്നെ ആലോചിക്കുന്നത്, ചേച്ചി എനിക്ക് ഇത്രയും സർപ്രൈസ് തന്നിട്ട് അടുത്ത എന്തായിരിക്കും സർപ്രൈസ്? അവൻ ആകാംക്ഷയോടെ അത് ഓപ്പൺ ചെയ്യുവാണ്. എന്തായിരിക്കും എന്നുള്ള കൺഫ്യൂഷനിൽ അവൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഫ്രെയിമാണെന്ന് മനസ്സിലായി. ഫൈനലി അത് എന്താണെന്ന് നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരിക്കുവാണ്. അങ്ങനെ അവനതെല്ലാം പൊട്ടിച്ചെടുത്തു. ഫൈനലി അത് ഫ്രെയിം, അവൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ മുതൽ ഇപ്പോഴത്തെ ഫോട്ടോ വരെയുള്ള വെച്ചാണ് അവൾ ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അവനങ്ങ് സന്തോഷമായി. ഇടയ്ക്ക് അച്ഛൻ കേക്ക് കട്ട് ചെയ്യാൻ അച്ഛനും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം എൻ്റെ മുഖത്തുണ്ട്. അച്ഛന് ജോലി തിരക്കിൻ്റെ ആയിട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ആയിപ്പോയതുകൊണ്ടാണ്. ഫൈനലി ഇതാണ്. പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, മോളും വൈഫും ഒക്കെ ആയിട്ട് വന്നായിരുന്നു. ഇങ്ങനെ കുഞ്ഞിന് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് അവന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. ഇതൊക്കെ അവന് കിട്ടിയ ഗിഫ്റ്റാണ്. ഓക്കെ, ബൈ.